ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു രസകരമായ സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ ഒരു ഹാരം ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ഹാരം പ്ലസ് ഇയറിങ്സ് ഉള്ള ഒരു കോംബോ അത് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ നോർമൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത അഡ്രസ്സും ഡീറ്റെയിൽസും വാങ്ങിക്കും, കൊറിയർ ചെയ്യാനാണ് പതിവ്. അപ്പോൾ അതുപോലെ തന്നെ ആ കുട്ടിയും ആദ്യം പേയ്മെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അഡ്രസ്സും ഡീറ്റെയിൽസും വാങ്ങിച്ചു. സെയിം ഡേ കുട്ടിക്ക് ഒരു പ്രോഗ്രാമിന് മുന്നേ ഐറ്റം വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സെയിം ഡേ തന്നെ ഓർഡർ കിട്ടിയ സെയിം ഡേ തന്നെ ഞങ്ങൾ കൊറിയർ മോർണിംഗ് തന്നെ അയച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അയച്ചു കൊടുത്ത അഡ്രസ്സൊക്കെ അയച്ചു കൊടുത്ത് പോസ്റ്റ് ഓഫീസിലെത്തി. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു ട്രാക്ക് ചെയ്യണം, പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ട്രാക്കിംഗ് മെസ്സേജ് വരുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല, ട്രാക്ക് ചെയ്തോ വന്നോ എന്നും ചോദിച്ചില്ല. നോർമലി എല്ലാവർക്കും ഐറ്റം കിട്ടിയാൽ ഞങ്ങൾക്ക് ഉടൻ മെസ്സേജ് അയക്കാറുണ്ട്, ഐറ്റം ഇന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് എനിക്ക് ഒരു കോൾ വരുന്നു. അപ്പോൾ നിങ്ങൾ ഈ അഡ്രസ്സിലേക്ക് അയച്ച ഐറ്റം റിട്ടേൺ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലെത്തിയിട്ടാണ് പോസ്റ്റ്മാൻ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ്, എന്തിൻ്റെ ബേസിലാണ് നിങ്ങളിത് റിട്ടേൺ അയച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ ആൻസർ എന്ന് പറയുന്നത്, ഈ ഒരാൾ, അങ്ങനെ ഒരാൾ അവിടെ ഇല്ല എന്നാണ്, നോട്ട് നോൺ എന്ന് പറഞ്ഞിട്ടാണ് റിട്ടേൺ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അടുത്ത വീട്ടിലുള്ള ഒരാളോട് അത് വാങ്ങി വയ്ക്കാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഈ കുട്ടിയെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തു. അപ്പോൾ കോൺടാക്ട് ചെയ്തപ്പോൾ ആ കുട്ടി പറയുന്നത്, ഇത് മെയിൻ ഹൈവേയിൽ തന്നെയുള്ള അഡ്രസ്സാണ് തന്നിട്ടുള്ളത്, അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും പതിവായി ഈ ഒരു അഡ്രസ്സിലേക്ക് തന്നെയാണ് കൊറിയർ വരാറെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിന്നെ പോസ്റ്റ് ഓഫീസിൽ അങ്ങനെ കോൺടാക്ട് ചെയ്തിരുന്നു ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇല്ലയെന്ന്. അതുപോലെ എന്നെയും കോൺടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു, ഇനി ഇത് പോസ്റ്റ് ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണ്, ഇത് കംപ്ലയിൻറ്റ് കൊടുക്കണമല്ലോ, ഞങ്ങളെപ്പോലുള്ള സ്മോൾ ബിസിനസ് ഓണേഴ്സിന് ഇത് ഭയങ്കര ഒരു തിരിച്ചടി ആണല്ലോ എന്ന്. അങ്ങനെ ഒന്നുകൂടെ കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയച്ച അഡ്രസ്സിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ കുട്ടിക്ക് അയച്ചു കൊടുത്തു. ഇത് തന്നെയല്ലേ അഡ്രസ്സ്, ചേഞ്ച് ഒന്നും വന്നിട്ടില്ലല്ലോ, മാറിയിട്ടൊന്നുമില്ലല്ലോ പറഞ്ഞു. അപ്പോൾ അത് ആ കുട്ടി പറഞ്ഞു ഇല്ല, ഇത് തന്നെയാണ് അഡ്രസ്സ്, എല്ലാം കറക്റ്റാണ്, ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയുടെ പ്രോഗ്രാമിന് മുന്നേ എന്തായാലും ഐറ്റം കിട്ടില്ല എന്നായപ്പോൾ റീഫണ്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, റീഫണ്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല പറഞ്ഞു. പക്ഷേ ഈ ഷിപ്പിംഗ് ചാർജ് ഓൾറെഡി കസ്റ്റമർ കൊടുത്തത് കൊണ്ട് ഷിപ്പിംഗ് ചാർജിൻ്റെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ അയാൾ ഇങ്ങോട്ടൊരു സജഷൻ വെച്ചു, അങ്ങനെയാണെങ്കിൽ സാറ്റർഡേ കിട്ടുന്ന തരത്തിൽ കൊറിയർ ചെയ്താലും മതിയെന്ന്. അപ്പോൾ സാറ്റർഡേയും ഇതേ സെയിം അഡ്രസ്സിൽ അയച്ചാൽ ഇത് തന്നെയല്ലേ സംഭവിക്കാമെന്ന് കരുതി. കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ആളായത് കൊണ്ട് തന്നെ എൻ്റെ ബ്രദർ എന്ത് ചെയ്തു, ഐറ്റം കൊണ്ടുതരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അവൻ ആ വഴിക്ക് പോകുന്നത് കൊണ്ട് ഐറ്റം കൊടുക്കാമെന്ന് വെച്ചു. അവിടെ എത്താനായപ്പോൾ തന്ന ഫോൺ നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കി. അപ്പോഴല്ലേ രസം, കോൾ ചെയ്തപ്പോൾ റോങ് നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നേരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, നമ്പർ ഇല്ല എന്നാണ് പറയുന്നതെന്ന്. ഞാൻ നേരെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തു, അതിൽ കോൾ ചെയ്തു. ആ കോൾ ചെയ്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു കറക്റ്റ് അഡ്രസ്സ് തന്നെയാണ് തന്നിരിക്കുന്നത്, നമ്പർ തെറ്റിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും ഞാൻ എടുത്ത് ചോദിച്ചപ്പോൾ